ഹേ ഗായ്സ്, ദിസ് ഈസ് AJ. നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് ആൽവിൻ മെസ്സേജ് അയക്കുന്നത്. അളിയ എവിടെയെങ്കിലൊക്കെ പോവാം, ബോറടിച്ചിരിക്കുമ്പോൾ ചങ്ക് ട്രിപ്പിന് വിളിച്ചാൽ പിന്നെ അപ്പീലില്ല, ചാടി ഇറങ്ങി വണ്ടി എടുത്തോണ്ട് എല്ലാത്തിനെയും പൊക്കി നേരെ യൂസഫിക്കാരൻ്റെ ചായക്കടയിലേക്ക്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ മാള് ഫുള്ളും കറങ്ങി അടിച്ചതിന് ശേഷം എല്ലാവർക്കും വിശപ്പ് വന്നു തുടങ്ങി. എവിടെയെങ്കിലും പോയി ഷാപ്പാടടിക്കുക എന്ന് ഞാൻ പറഞ്ഞു. മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്നത്തെയും പോലെ വണ്ടി പാർക്ക് ചെയ്ത സ്ലോട്ട് ഞാൻ മറന്നുപോയി. സാധാരണ യുവന്മാരെ എന്നെ ഓർമ്മിപ്പിക്കാറ്, ഇപ്രാവശ്യം യുവന്മാരും അത് ശ്രദ്ധിച്ചില്ല. ഊഹാപോഹം പോലെ പാർക്കിംഗ് ലോട്ടിൽ തേരാപ്പാര നടന്നു. അവസാനം യുറേക്ക കണ്ടുകിട്ടി എൻ്റെ വണ്ടി. അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പോകാൻ തീരുമാനിച്ചു. ബട്ട് അവന്മാർക്കൊരു കണ്ടീഷൻ, ഇതുവരെ പോകാത്ത റെസ്റ്റോറൻറ്റിൽ പോകണം. ഞാനപ്പോൾ ആലോചിച്ചു, ട്രിവാൻഡ്രത്ത് നമ്മളിനി പോകാത്തതായിട്ടൊരു കട പോലും ഇല്ല. അങ്ങനെ അവസാനം ഇവിടെ കയറി. പിന്നെ ആ ട്വിസ്റ്റ്, അവന്മാർ ഇതിനു മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 3 ചിക്കൻ റാപ്പ്, നെവിലിനൊരു ഫ്രഞ്ച് ഫ്രൈസ്, എല്ലാവർക്കും കൂടി ഒരു പെരി പെരി ലോഡഡ് ഫ്രൈസ്, ഓരോ ഷെയ്ക്കും ഓർഡർ ചെയ്തു. ഷെയ്ക്കാണ് ആദ്യം വന്നത്, കുഴപ്പമില്ല. പിന്നെയാണ് ചിക്കൻ റാപ്പ് വന്നത്. പേര് പോലെ തന്നെ റാപ്പ് ചെയ്ത് കഴിക്കണം, ഇല്ലെങ്കിൽ ചിക്കനും ലെറ്റ്യൂസും അടക്കം താഴെ വീഴും. ബട്ട് സാധനം ഒരു രക്ഷയില്ല, കിടു ടേസ്റ്റ്, ഒതൻറ്റിക് ആൻഡ് ജ്യൂസി, ഒരു ഭംഗിക്ക്. പിന്നെയാണ് പെറി പെറി ലോഡഡ് ഫ്രൈസ്, അതും കിടിലം സാധനം, മസ്റ്റ് ട്രൈ ആണ്. ചിക്കൻ റാപ്പും പെറി പെറി ലോഡഡ് ഫ്രൈസും രണ്ടും മസ്റ്റ് ട്രൈ തന്നെയാണ്. ആൽവിൻ ഒരു യമണ്ടൻ ഷേക്ക് അടിച്ച് വയർ നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലോഡഡ് ഫ്രൈസ് മുഴുവൻ കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. അവന്മാരെ ടാറ്റ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് ചലിച്ചു.